ശ്രീ എൻ പി ചെക്കുട്ടി, RMP വടകര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മുഖ്യ സ്വാധീന കേന്ദ്രം വടകരയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ അവിടെ സെൻസിറ്റീവായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള ഉത്തരവാദിത്വം RMPയുടേത് കൂടിയാണ് എന്നിരിക്കെ RMPയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വളരെ പ്രകോപനപരമായ ഒരു പ്രസംഗം ഉണ്ടായത് എന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ ലോക്കൽ രാഷ്ട്രീയത്തിൽ ചില സ്കോറുകൾ നേടാൻ വേണ്ടി ആയിരിക്കുമോ? അതിനപ്പുറത്ത് ഉള്ള മാനങ്ങൾ ആ പ്രസംഗത്തിനുണ്ടോ? അഭിലാഷ്, അത് അവിടെ നടത്തിയിരിക്കുന്നത് ഏതാണ്ട് അരമണിക്കൂറുള്ള ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വടകരയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ആ വിഷയങ്ങളിൽ ഹരിഹരനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും നിലപാടുകളാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഒന്ന് രണ്ട് പരാമർശങ്ങൾ വന്നത്. അപ്പോൾ ആ പരാമർശങ്ങൾ പിന്നെ വളരെ എന്താ പറയുക സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ അദ്ദേഹത്തെ ഒരു വലിയ ഭീകരനായിട്ടുള്ള കുറ്റവാളി എന്ന നിലയിൽ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം KS ഹരിഹരൻ കേരളത്തിലെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം വളരെ കാലം ദേശാഭിമാനിയിൽ പ്രവർത്തിച്ച ആളാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളരെ ചരിത്രമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ ഒരു എന്താ പറയുക ഒരു നാക്കുപിഴ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ആ നാക്കുപിഴ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു വാചകമോ വാക്കോ തെറ്റിപ്പോകുന്നതല്ലേ? ഇത് വളരെ ബോധ്യത്തോടു കൂടി പറയുന്ന ഒരു കാര്യമല്ലേ? ഇനി സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുക്കാതെ സന്ദർഭത്തിലാണെങ്കിലും അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവാൻ പാടുണ്ടോ? അങ്ങേയറ്റം മിസോജനിസ്റ്റിക് ആയ വളരെ സ്ത്രീവിരുദ്ധമായ അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവുന്നത് യാതൊരു തർക്കവും അഭിലാഷ്, എനിക്കും ഒരു തർക്കവും അതില്ലേ, അല്ല അതിലൊരു തർക്കവുമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരാൾ പ്രസംഗിക്കുന്ന സമയത്ത്, ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് വന്നുകൂടായികയില്ലാത്ത ഒരു 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 എന്താ പറയുക അബറേഷനാണത്. ആ അബറേഷൻ അദ്ദേഹത്തിന് ബോധ്യമായി, അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അപ്പം അത് വളരെ ബോധപൂർവം അദ്ദേഹം അവിടെ ചെയ്തതാണെങ്കിൽ പിന്നെ അദ്ദേഹം തിരുത്തേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പരസ്യമായിട്ട് ഇന്നലെ ഞാൻ മനോരമയിൽ ഇരിക്കുകയായിരുന്നു. മനോരമയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പിന്നെ ഈ അതിൻ്റെ ആങ്കറുമായിട്ട് സംസാരിക്കുക അദ്ദേഹം പറഞ്ഞു, ഞാൻ ശൈലജ ടീച്ചറോട് മാപ്പ് പറയുന്നു, ഞാൻ അതിനകത്ത് പറയുന്ന മറ്റേ പിന്നെ സിനിമാ താരത്തോട് മാപ്പ് പറയും. വളരെ പരസ്യമായിട്ട് അദ്ദേഹം മാപ്പ് പറയുന്നു. അപ്പം ആ നിലയിൽ ആ വിഷയം അവസാനിപ്പിക്കാൻ നമ്മളത് പിന്നെ അതിനപ്പുറത്തേക്ക് അത് പോയിട്ട് അദ്ദേഹം വളരെ ബോധപൂർവ്വം അവിടെ ഒരു കത്തിക്കാൻ, യഥാർത്ഥത്തിൽ ആരാണ് കത്തിക്കാൻ ശ്രമിച്ചത്? അവിടെ ബോംബ് വീണില്ലേ അഭിലാഷേ? അവിടെ ബോംബ് പൊട്ടിയില്ലേ? ഇതിൽ തെരഞ്ഞെടുപ്പിനിടയിൽ ആരാ പൊട്ടിച്ചത്? ആരാ അതിൻ്റെ പേരിൽ മരിച്ചിട്ടുള്ളത്? ആ ബോംബ് അവിടെ ബാക്കി ഇപ്പോഴും നിൽക്കുന്നുണ്ടാവും. ആ ബോംബൊക്കെ ആയിരിക്കും ചിലപ്പം വഴിയെ പോയി പിന്നെ മലപ്പുറത്തും പിന്നെ ഒലിപ്പറങ്കടയിലും ഒക്കെ എത്തിച്ചേരുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ അമിതമായിട്ടുള്ള വയലൻസ് കൊണ്ടുവരുന്ന ആളുകൾ, രാഷ്ട്രീയത്തിൽ വയലൻസ് ഒരു രീതിയാക്കിയ മാറ്റിയ ആളുകൾ, അവർ ഇപ്പം തീർച്ചയായും അവർ ഞങ്ങൾ ജനസമാധാനത്തിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. തീർച്ചയായും സമാധാനം വേണം. പക്ഷേ വസ്തുതകളാണ്. നാദാപുരത്തായാലും ശരി, തിരുവമ്പറമ്പിലായാലും ശരി, അതിന് മുമ്പായാലും ശരി, അതിനൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഒരു ദീർഘകാല ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിരുന്നില്ല ശരി, രണ്ട് ഭാഗത്തും തെറ്റുകളുണ്ടായിരുന്നു. വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചരിത്രം അതിനുണ്ട്. ആ ചരിത്രം നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെയോ ഏതെങ്കിലും ഒരു പാർട്ടിയെയോ നമ്മൾ കുറ്റം പറയുന്നത് ഇപ്പം ശരിയല്ല. പക്ഷെ അതിന് വിശദാംശങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് വെച്ചാൽ സർവകക്ഷി യോഗത്തിന് വേണ്ടി ആളുകൾ തയ്യാറാവുന്നുണ്ട്. ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സംഘർഷം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടതില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനകത്ത് കൂടുതൽ പോകാത്തത്. തീർച്ചയായും ഇതിനകത്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ അദ്ദേഹം ഓൺ ചെയ്തിട്ടുണ്ട്, അത് തിരുത്തിയിട്ടുണ്ട്. അതാണ് വസ്തുത.